ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇലയടേൻ്റെയാണ്. അപ്പോൾ ഇതിലുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് അത്രയ്ക്ക് രുചിയൂറുന്ന തരത്തിലുള്ള ഒരു ഫില്ലിങ്ങും കൂടിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇലയടയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ഇലയട ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് പോകാറുണ്ടല്ലേ. പക്ഷേ എങ്കിൽ നമ്മളിതെങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. മാവ് കുഴക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിത് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പശു നെയ്യ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പശു നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അണ്ടിപ്പരിപ്പ് നല്ലോണം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രമേ ഈ കിസ്മിസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനിത് ഒരു 4 എണ്ണത്തിനുള്ള അളവാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത പഴം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഒരു പഴം നമ്മളിങ്ങനെ 4 ഇതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചെറിയ പീസായിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പഴം അത്യാവശ്യം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടേൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് പഴം വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആട്ടോ തയ്യാറാക്കുന്നത്. നമുക്ക് പഴം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള പഴമൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് അങ്ങനെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ പഴം ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അളവിലൊക്കെ നിങ്ങൾ അട ഉണ്ടാക്കുന്നതാണെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ഇരട്ടി അളവിൽ വേണം കേട്ടോ സാധനങ്ങളൊക്കെ എടുക്കാൻ. 2 നേന്ത്രപ്പഴം അതുപോലെ ഒരു 1/2 കപ്പ് തേങ്ങയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ പഴവും തേങ്ങയും എല്ലാം ഒന്ന് നല്ല പോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. അതുപോലെ തന്നെ ചുക്കുപൊടി അതുപോലെ ജീരകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിതേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറി ആ ഒരു ബ്രൗൺ കളറ് ഒന്ന് ചെറുങ്ങനെ ആവുന്ന വരെ നമ്മളിത് വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കൂടി നല്ലപോലെ മിക്സായ സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ശർക്കര ഒന്ന് അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒറ്റ ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ടും തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. കാരണം നമ്മളെ പഴം നല്ല അത്യാവശ്യം പഴുത്ത പഴമാണ്, അതുകൊണ്ട് തന്നെ നല്ല മധുരവും ഉണ്ട്. അപ്പോൾ ഈ മധുരം നമ്മൾ ആ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര മധുരമായി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിന്നുമ്പോൾ മടുക്കും. അപ്പോൾ അതുകൊണ്ട് മധുരം അധികമായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു നുള്ളു ഉപ്പ് ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൂടി പോകേണ്ട, ശർക്കരയിൽ എന്തായാലും ഉപ്പിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ലൊരു ഹെൽത്തി ആയി തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നമ്മൾ എള്ള്. അപ്പോൾ കറുത്ത എള്ളാണ്, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര പാനി തന്നെ ചേർക്കണമെന്നില്ല. ശർക്കരേൻ്റെ പൊടിയൊക്കെ നമുക്കിന്ന് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ്, അതായാലും ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പാനിയാക്കിയിട്ട് ഒഴിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പല ശർക്കരയിലും കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുമ്പോൾ ഈ കല്ലും മണ്ണൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഇതാവുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് സൈഡിലേക്ക് മാറ്റാം. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. നമ്മൾ ശർക്കര പാനി ഒഴിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടിയും കട്ടിയാവും. നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് അട തയ്യാറാക്കാനുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും തയ്യാറാക്കാം. പക്ഷേങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്യുമ്പോഴാട്ടോ ഇതിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു 1/2 കപ്പ് വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് വെള്ളത്തിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ഇതാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴക്കുന്ന പോലെ അങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. സ്പൂൺ വെച്ചിട്ട് മാത്രം മിക്സ് ചെയ്താൽ മതി. അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പക്ഷേ നെയ്യാകുമ്പം കൂടുതൽ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ വെള്ളം കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് എടുത്തതിൽ നിന്ന് അത് ഒരു ടേബിൾ സ്പൂണോളം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മതിയാകും.
അപ്പോൾ നമ്മൾ ഈ മാവ് കലക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അട നല്ല സോഫ്റ്റ് ആവും. അതുപോലെ ചപ്പാത്തിക്കൊന്നും പൂരിക്കൊന്നും കുഴക്കുന്ന പോലെ ഭയങ്കര ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത്. ഇതുപോലെ നല്ല കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ആ ഒരു അട കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് 2 കാര്യം മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇതാ പൊടീൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ വെള്ളമൊക്കെ എത്തിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു അടേൻ്റെ മാവ് കേട്ടോ. അപ്പോൾ വെള്ളം ഇതുപോലെ നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും മതിയാകുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇല എന്ന് പറയുമ്പോൾ നല്ലോണം കഴുകിയിട്ട് നമ്മൾ വാട്ടിയെടുത്ത ഇലയാണ്. അതുപോലെ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ചു കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളപ്പറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് പരത്തി കഴിഞ്ഞാൽ ആ ഒരു നേർങ്ങനെ പരത്താൻ കഴിയില്ല, ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് എന്തായാലും ഒന്ന് തുടച്ച് മാറ്റുക. പിന്നെ ഒരുപാട് മാവ് അങ്ങനെ വെച്ചിട്ട് ഇതാക്കണ്ട കേട്ടോ. ഒരുപാട് മാവ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിൽ. ഏകദേശം 1 ടേബിൾ സ്പൂൺ മാവ് മാത്രമേ നമ്മളിതിലേക്ക് എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒന്ന് സൈഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ അതിലേക്ക് ഇടയ്ക്കിടെ മുക്കിയിട്ട് നേർങ്ങനെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ മാവ് ഭയങ്കര ഹാർഡായിട്ടല്ല നമ്മൾ കുഴച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ഇലയിൽ വെള്ളപ്പറ്റും അങ്ങനെ ഇല്ല, എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഭയങ്കര ഹാർഡൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൈയൊക്കെ വേദനയായിരിക്കും ഒരുപാട് അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാവ് കുറച്ച് ലൂസും അതുപോലെ തന്നെ ആ ഇല തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബലം പ്രയോഗിക്കാണ്ട് പെട്ടെന്ന് നല്ല നേർങ്ങനെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രത്തോളം നേർങ്ങനെ പരത്തിയെടുക്കുന്നു അത്രയും ടേസ്റ്റി ആയിരിക്കും. നല്ല നേർങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അട കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതാ ഒരു സൈഡിലേക്ക് നമ്മൾ നേരത്തെ ഉള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മാവ് റെഡിയാക്കുമ്പോൾ തന്നെ ഫില്ലിങ്ങിൽ ഏകദേശം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ളത്രയും നിറച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മധുരമൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റ ശർക്കര മാത്രം ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് തന്നെ നല്ല ടേസ്റ്റാണ്. വെറുതെ ആ ഒരു ഫില്ലിങ് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഇലയൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മാവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫില്ലിങ് നമുക്ക് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗവും ഒന്ന് നല്ലോണം നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണേ. ഇനിയിപ്പോൾ നമ്മളിതാ ഇതുപോലുള്ള ഒരു പാത്രത്തിൽ തട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ആവിക്ക് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീമർ ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെള്ളം മേലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം അടിയിൽ കുറച്ച് മാത്രമേ വെക്കാൻ പാടുള്ളൂ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം, ചിലപ്പം വെള്ളം വറ്റിപ്പോകും. അപ്പോൾ ഇതാ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് മാത്രം മതിയാകും നമുക്കിത് അടയൊക്കെ കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ ഇലയുടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക കേട്ടോ. ഭയങ്കര ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് പൊള്ളുകയും ചെയ്യും. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെയൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. നല്ല ഹെൽത്തിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടാട്ടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് തന്നെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ഗോതമ്പ് മാവ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക അത്രയും സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇതായി പോകുന്നുണ്ട്. അത്രയും സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്